നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടിയോട് പറയാറുണ്ട്, നിനക്കൊരു ബുദ്ധിയും ഇല്ല, നീ മണ്ടനാണ്, നീ അപ്പുറത്തെ ശ്രാവണിനെ കണ്ടു പഠിക്കുക, അവൻ എന്ത് ബുദ്ധിയാ, അവൻ എത്ര നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്, അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കറാട്ട പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, നിനക്ക് എന്തിന് കഴിവുണ്ട്, നിനക്കൊരു ബുദ്ധിയും ഇല്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ കുട്ടിയെ പഴിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നിങ്ങളെ അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്, നിങ്ങൾ എന്തൊക്കെ കഴിവുള്ള ആളാണെന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. പാരമ്പര്യത്തിന് വലിയൊരു പങ്ക് ബുദ്ധി വളർച്ചയിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കുട്ടിയെ പഴിചാരാൻ പാടുള്ളൂ. അതേപോലെ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് സമൂഹം, അതേപോലെ കുട്ടി വളർന്ന അന്തരീക്ഷം, അതുപോലെ സ്കൂള്, ഇതൊക്കെ കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയായി വളരണമെന്നുണ്ടെങ്കിൽ ഗർഭകാലത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല പോഷകമുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണം. കാരണം കുട്ടിയുടെ തലച്ചോറ് വളരുന്ന ആ സമയത്ത് തന്നെ നല്ല പോഷകങ്ങൾ കുഞ്ഞിന് കിട്ടിയാൽ മാത്രമേ ആ ബുദ്ധി നല്ല രീതിയിൽ വളരുകയുള്ളൂ. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പോഷകാഹാര സമയാസമയത്തിന് കുട്ടിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്നേഹപൂർവമായിട്ടുള്ള ഇടപെടലുകൾ, അതേപോലെ പ്രോത്സാഹനം, ഇതൊക്കെ കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്നും ചെയ്യാതെ എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിയെ സമീപിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഉള്ള ബുദ്ധിയും നശിച്ചു പോകും എന്നുള്ള അവസ്ഥയാണ്. അതേപോലെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യവും നിങ്ങളുടെ കുട്ടിയെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കുട്ടിയെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ സങ്കടം വരും, കരച്ചിൽ വരും. പക്ഷേ അച്ഛനും അമ്മയും പറയുമ്പോൾ ചെയ്യാതിരിക്കുക എങ്ങനെയാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അടി കിട്ടുന്നതിന് പേടിച്ചിട്ട് കുട്ടി അത് ചെയ്യും, സങ്കടപ്പെട്ടായിരിക്കും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സങ്കടം മനസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിന്നിട്ട് അത് കുട്ടി വളരുന്നതിനനുസരിച്ച് മനസ്സിൽ വളർന്നാണ് വലുതാകുമ്പോൾ മൈൻഡ് ബ്ലോക്ക് വരുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മൈൻഡ് ബ്ലോക്കിനൊരു പ്രധാന ഘടകമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത്, കുട്ടിക്കാലത്ത് നമുക്ക് മൈൻഡിൽ കിട്ടിയ നെഗറ്റീവ് തോട്ടുകളാണ് നമുക്ക് മൈൻഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ മടിയാണ്, പേടിയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മൈൻഡ് ബ്ലോക്ക് കൊണ്ട് വരുന്നതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ രീതിയിൽ വളർത്തുമ്പോൾ, അവർക്ക് സങ്കടങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തുമ്പോൾ, അവരും വലുതാകുമ്പം അവർക്കും മൈൻഡ് ബ്ലോക്ക് വന്നിട്ട് ഒരു കാര്യവും സ്വന്തമായി തീരുമാനിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള പേടി, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർന്നു വരും എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കുക. ഇത് എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടിയെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ആ ഒരു സങ്കടം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയി. എൻ്റെ ഒരു ബന്ധു വീട്ടിൽ തന്നെയാണ്. ആ കല്യാണത്തിന് അതിലുള്ള ഒരാൾ അവരുടെ മോൾക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. +2 പഠിക്കുന്ന കുട്ടിയാണ്. മുല്ലപ്പൂ വയ്ക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്കിത് ഇഷ്ടമില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അമ്മ പറയാണ്, നീ വെച്ചേ പറ്റൂ, ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടല്ലോ, നീയും വെക്കണം, ഞാൻ വെക്കുമ്പോൾ നീ വെക്കാതിരിക്കരുത്, വെക്ക് എന്ന് പറഞ്ഞ് കുട്ടിയുടെ തല പിടിച്ച് വെച്ചിട്ട് മുല്ലപ്പൂ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ വെച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറേ കയർത്തു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഇവൾക്ക് മുല്ലപ്പൂ വെക്കുന്നതോ പൊട്ട് തൊടുന്നതോ കണ്ണെഴുതുന്നതോ ഒന്നും ഇഷ്ടമില്ല, എല്ലാം എൻ്റെ നിർബന്ധം കൊണ്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധിച്ച് കുട്ടിയെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന്. അങ്ങനെ മുല്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കുന്നതിൻ്റെ സങ്കടം വല്ലാതെ പുതുമ്പി ഈ കുട്ടി കരയുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ സങ്കടം വന്നു.
അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒന്ന് റെഡിയായതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് ബെഡിൽ വന്നിരുന്നു. അപ്പം ഞാൻ അവളുടെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, അമ്മയുടെ സ്വഭാവം മാറ്റാൻ നീ വിചാരിച്ചാലും ആര് വിചാരിച്ചാലും സാധിക്കില്ല. പക്ഷേ മോളുടെ സ്വഭാവം മാറ്റാൻ മോള് വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിക്കാതെ നോക്കണം. മോള് സങ്കടപ്പെടുന്നൊരവസ്ഥ മോൾക്ക് ഉണ്ടാവരുത്. ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഈ കരച്ചിലൊക്കെയാണ് മൈൻഡിൽ ഒരു മൈൻഡ് ബ്ലോക്കായിട്ട് പിന്നീട് മാറുന്നത്. അത് നിനക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് നീ അങ്ങനത്തെ സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ എത്ര പേര് മക്കളെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങളുടെ മക്കളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ആ വേദന ഒരു മൈൻഡ് ബ്ലോക്കായിട്ട് ഭാവിയിൽ അവർക്ക് മാറുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ പേടിയുള്ള മനസ്സുമായി ജീവിക്കേണ്ട ഒരവസ്ഥയായിരിക്കും നിങ്ങളുടെ മക്കൾക്കുണ്ടാവുക. നിങ്ങളെപ്പോലെ നിങ്ങളുടെ മക്കളാവാതിരിക്കാൻ ബോൾഡായിട്ട് നിങ്ങളുടെ മക്കൾ വളർന്നു വരണമെങ്കിൽ നിങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. എപ്പോഴും മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹപൂർവ്വം അവരോട് ഇടപഴകുകയും ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. നല്ല പോഷകമുള്ള ഭക്ഷണം കൊടുക്കുകയും സ്നേഹപൂർവ്വം അവരോട് പെരുമാറുകയും പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ കഴിയും, ഈ ലോകത്തുള്ള കുട്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിശാലിയായ കുട്ടി എൻ്റെ കുട്ടിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ആൾ.